ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദി ചാനൽ. നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്ന പോലെ ബീഡ്സിൻ്റെ ഓഫർ കിറ്റായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഓഫർ കിറ്റ് എന്ന് പറയാൻ പറ്റില്ല, ഓഫർ റേറ്റിൽ നമ്മൾ ബീഡ്സ് എല്ലാം കാണിക്കുകയാണ്. നമ്മുടെ അടുത്തുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ ബീഡ്സും നമ്മൾ ഓഫറിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ബീഡ്സ് എന്നും അതിൻ്റെ പുതിയ റേറ്റ് എന്താണെന്നും എത്രാം തീയതി വരെയാണുള്ളതെന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. പിന്നെ ഏതൊക്കെ ടൈപ്പ് ബീഡ്സ് ഉണ്ടെന്നും കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പേസ്റ്റൽ ബീഡ്സ് ഉണ്ട്, ഗ്ലേസ് ബീഡ്സ് ഉണ്ട്, പിന്നെ ഗ്ലാസ് ബീഡ്സ് ഉണ്ട്, അതുപോലെ ഡബിൾ ഷെയ്ഡിൽ വൈറ്റും ഇതുപോലെ കളറും മിക്സായി വരുന്ന ഡബിൾ ഷെയ്ഡ് ബീഡ്സ് ഉണ്ട്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രിസ്റ്റൽസ് ആണ്. ക്രിസ്റ്റൽസ് നോർമൽ ക്രിസ്റ്റൽ അല്ല, ഒറിജിനൽ ക്രിസ്റ്റൽ അല്ല, പ്ലാസ്റ്റിക് ടൈപ്പുള്ള ക്രിസ്റ്റൽസ് ആണ്. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ക്രിസ്റ്റൽസ് വരുന്നുണ്ട്. ഇതുപോലെ പല ടൈപ്പിലുള്ള 31 മോഡൽ ബീഡ്സാണ് നമ്മൾ ഈ ഒരു ഓഫർ റേറ്റിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. 31 ടൈപ്പ് ബീഡ്സിൽ രണ്ട് ടൈപ്പിന് മാത്രമാണ് റേറ്റ് വ്യത്യാസമുള്ളൂ. ബാക്കിയുള്ള എല്ലാ ബീഡ്സും റേറ്റ് 10 ഗ്രാം 14 രൂപയാണ്. ആ രണ്ടായിട്ടും പീസ് റേറ്റ് ആണ്. അതിൻ്റെ റേറ്റ് ഞാനത് കാണിക്കുമ്പോൾ പറയാം കേട്ടോ. പിന്നെ നമ്മുടെ ഈ റേറ്റ് ഉണ്ടാവുന്നത് ഈ മാസം 6-ാം തീയതി വരെ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ബീഡ്സിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണാം. ആദ്യത്തേത് ഇതുപോലുള്ള റെയിൻബോ എഫക്റ്റ് ഉള്ള ഗ്ലാസ് ബീഡാണ് വരുന്നത്. ഗ്രീൻ കളറാണ് കേട്ടോ. ഗ്രീൻ കളറുണ്ട്, അതിൻ്റെ തന്നെ പിങ്ക് കളറുമാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നീട് വരുന്നതെന്ന് പറഞ്ഞാൽ വൈറ്റ് കളറ്, ഇതേ എഫക്റ്റുള്ള നല്ല ഭംഗിയുള്ള വൈറ്റ് കളറാണ് കേട്ടോ. നല്ല രസമാണ് ആ ബീഡ് കാണാൻ. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 6 mm ആണ്. ഈ രണ്ട് ബീഡ്സും, അതായത് പിങ്കും ഗ്രീനും വരുന്നത് 8 mm സൈസാണ് കേട്ടോ. നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ ക്രിസ്റ്റൽ ബീഡാണ് കേട്ടോ. അതിനിപ്പോൾ ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ക്രിസ്റ്റൽ ബീഡ് എന്നാണ് പറയുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്റ്റൽ ബീഡ് പോലെ തന്നെയാണ് ഇരിക്കുന്നത്, പക്ഷേ ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാവില്ല. പിടിച്ചു നോക്കുമ്പോൾ ചിലപ്പോൾ അറിയാൻ പറ്റും. പക്ഷേ എനിക്ക് തോന്നിയത് ക്രിസ്റ്റൽ ബീഡിനേക്കാളും കുറച്ചും കൂടെ ഒരു ഗ്ലേസിങ് ഇതിന് കൂടുതലുള്ളതുപോലെ തോന്നി. വെയിറ്റ് കുറവുള്ളതുകൊണ്ട് തന്നെ ക്വാണ്ടിറ്റിയും കൂടുതലുണ്ടാവും കേട്ടോ. അപ്പം ഇതിൻ്റെ നമ്മുടെ അടുത്ത് 3 ഷെയ്ഡ്സ് ആണുള്ളത്: പിങ്ക്, റെഡ്, യെല്ലോ. 3 കളറിലുള്ള ബീഡ്സും കാണാൻ അടിപൊളിയാണ് കേട്ടോ. ഇനി അടുത്ത ബീഡെന്ന് പറയുന്നത് നമ്മുടെ മാർബിൾ ബീഡാണ്. മാർബിൾ ബീഡിൻ്റെ ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന ഒരു ബീഡുണ്ട്. നമ്മൾ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. 6 mm ആണ് സൈസ് വരുന്നത് കേട്ടോ. അപ്പോൾ അതുണ്ട്. പിന്നെ ബ്ലൂ കളർ തന്നെ നമ്മുടെ ജീരകമിഠായിയുടെ ടൈപ്പ് ബീഡ്സ് പറഞ്ഞില്ലായിരുന്നു, നമ്മൾ മുമ്പൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ബീഡ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പിങ്ക് ഇല്ല കേട്ടോ. പിങ്ക് സ്റ്റോക്ക് ഔട്ടായി, അത് റീസ്റ്റോക്ക് കിട്ടിയിട്ടില്ല. വരും എന്ന് പറയുന്നുണ്ട്, പക്ഷേ എപ്പോഴത്തേക്ക് ആവും നമുക്ക് അറിയില്ല. അടുത്തത് ഡബിൾ കളറിൽ വരുന്ന എൻഡ് ബീഡ്സിൻ്റെ മോഡലാണ്. അതായത് എൻഡ് ബീഡ്സിൻ്റെ ഷേപ്പുള്ള ഒരു ഡ്രോപ്പ് ഷേപ്പുള്ള പേർപ്പിൾ ഷെയ്ഡും വൈറ്റും കൂടി വരുന്ന ആ ഒരു ടൈപ്പ് ബീഡാണ് കേട്ടോ. പിന്നെ ഉള്ളത് മാർബിൾ ബീഡ്. മാർബിൾ ബീഡ് ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 10 mm ആണ്. ഇതിൻ്റെ നമുക്ക് ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഉണ്ട്. അതായത് ഒരു കളറിന് പർട്ടിക്കുലർലി നമുക്ക് പറയാൻ പറ്റില്ല, പല കളേഴ്സിൽ വരുന്നുണ്ട് കേട്ടോ ഈ ബീഡ്. ഇനി അടുത്ത ടൈപ്പ് ഓഫ് ബീഡ് എന്ന് പറയുന്നത് നമ്മുടെ ഗ്ലേസ് ബീഡാണ്. 8 mm സൈസിലുള്ള 2 കളേഴ്സാണ് കേട്ടോ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് ലാവൻഡർ ഷെയ്ഡ് മിക്സ് ആയതും അതുപോലെ പീച്ച് ഷെയ്ഡിൻ്റെ മിക്സുള്ള ഗ്ലേസ് ബീഡ്സ് ആണ് ഉള്ളത് നമുക്കിപ്പോൾ. ഇനി അടുത്തത് ഗ്ലേസ് ബീഡ് തന്നെ 10 mm വന്നിട്ടുണ്ട്. നമുക്ക് നേരത്തെ ബ്ലൂ കളറുള്ള ഗ്ലേസ് ബീഡ് 8 mm ഉണ്ടായിരുന്നു. അതിൻ്റെ തന്നെ 10 mm ആണ് കേട്ടോ ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ 10 mm നമുക്ക് ബ്ലൂ ടിൻ്റുള്ളത് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ. അതുപോലെ 6 mm നമുക്ക് വരുന്നത് ഈ ഒരു പീച്ച് ഷെയ്ഡിൻ്റെ, നമ്മൾ ആദ്യം കാണിച്ച 8 mm ഒരു പീച്ച് കാണിച്ചില്ലേ, അതിൻ്റെ തന്നെ സെയിം ഷെയ്ഡ് തന്നെ നമുക്ക് 6 mm വരുന്നുണ്ട്. അതുപോലെ 6 mm വേറൊരു ഷെയ്ഡ് എന്ന് പറയുന്നത് ഒരു ഗ്രീനിഷ് ആണ് കേട്ടോ. ഗ്രീനിഷ് ഷെയ്ഡുള്ള ബീഡാണ് ഗ്ലേസ് ബീഡ് 6 mm വരുന്നത് കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ ആ ഒരു പേർപ്പിളും വൈറ്റും കൂടിയുള്ള ഡ്രോപ്പ് ഷേപ്പ് എൻഡ് ബീഡ് പോലുള്ള ബീഡ്സ് കാണിച്ചിരുന്നു. അതിൻ്റെ തന്നെ റെഡ് കളറാണ് കേട്ടോ അടുത്തത് വരുന്നത്. ഇനി നമ്മുടെ ടിക് ടാക്ക് ബീഡ്സ് ആണ്. ടിക് ടാക്ക് ബീഡ്സ് ഓവൽ ഷേപ്പിലുള്ള ബീഡ്സ് ആണ് കേട്ടോ. അതിന് പല കളേഴ്സ് ഉണ്ട്: യെല്ലോ, ഗ്രീൻ, ബ്ലൂ, പിന്നെ പേർപ്പിൾ, അതുപോലെ ഓറഞ്ച്. ഇങ്ങനെ 5 ഷെയ്ഡ്സിലാണ് വരുന്നത്. അത് നിങ്ങൾക്ക് മിക്സഡ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കുക, അതല്ല ഓരോ കളേഴ്സായിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമ്മൾ പേർപ്പിളും റെഡും കണ്ട പോലെ ഡ്യുവൽ ടോണിലുള്ള, അതായത് ഡ്യുവൽ ഷെയ്ഡിലുള്ള എൻഡ് ബീഡ്സിൻ്റെ പോലത്തെയുള്ള ഡ്രോപ്പ് ഷേപ്പ് ബീഡ്സ് ആണ്. അതിൻ്റെ യെല്ലോയും അതുപോലെ പിങ്കും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. പിങ്കും യെല്ലോയും കുറച്ചേ ഉള്ളൂ. അപ്പോൾ അത് അത്യാവശ്യം ഉണ്ടെന്നുള്ളവർ പെട്ടെന്ന് മെസ്സേജ് ചെയ്തോളൂ. അതുപോലെ പർപ്പിളും കുറച്ചേ ഉള്ളൂ. റെഡ് കുറച്ചധികം ഉണ്ട്, കുറച്ചല്ല, കമ്പാരിറ്റീവ്ലി കുറച്ച് കൂടുതലുണ്ട്. പക്ഷേ ബാക്കി 3 കളേഴ്സും വളരെ കുറച്ച് മാത്രം ക്വാണ്ടിറ്റി ഉള്ളൂ കേട്ടോ. ഇനി നമ്മൾ പേസ്റ്റൽ ബീഡ്സിൻ്റെ കാറ്റഗറി നോക്കുകയാണ്. ആദ്യത്തേത് ഇതുപോലെയുള്ള ക്രൗൺ ടൈപ്പ് ബീഡ്സ് ആണ് കേട്ടോ.
അടുത്തതെന്ന് പറയുന്നത് ഇതുപോലെ നമ്മൾ പറഞ്ഞു രാവിലെ ഡോനറ്റ് എന്ന് പേര് മാറ്റിയിട്ടുണ്ട് ഞാനിതിൻ്റെ. അപ്പോൾ പേസ്റ്റൽ ഡോനറ്റ്സ് ആണ് അടുത്തൊരു ടൈപ്പ് എന്ന് പറയുന്നത്. പിന്നെ മൂന്നാമത്തെ ടൈപ്പ്, അതായത് പേസ്റ്റൽ ബീഡ്സിൻ്റെ കാറ്റഗറിയിൽ മൂന്നാമത്തെ ഐറ്റം എന്ന് പറയുന്നത് ഇതുപോലുള്ള റോസ് ഫ്ലവറിൻ്റെ ഷേപ്പിലുള്ള റൗണ്ട് ബീഡ്സ് ആണ് കേട്ടോ. അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത് നമ്മുടെ വൈറ്റ് ലെറ്റർ ബീഡൊക്കെ പോലെ റൗണ്ടിലുള്ള ബീഡാണ്, സർക്കിളിലുള്ള ബീഡാണ്. അതിൻ്റെ സെൻറ്ററിലായിട്ട് ഹാർട്ട് ഷേപ്പിൻ്റെ ഡിസൈൻ വന്നിട്ടുണ്ട്. അടുത്തത് നമുക്ക് പേസ്റ്റൽ ഷെയ്ഡിലുള്ള ഹാർട്ട് ഷേപ്പ് ബീഡ്സ് ആണ് കേട്ടോ. അതിനുശേഷം വരുന്നതെന്ന് പറയുന്നത് നമ്മുടെ ശംഖിൻ്റെ പോലത്തെ ഡിസൈൻ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ നമ്മുടെ നെയിം ഹെയർ ബാൻഡ് ഒക്കെ ചെയ്യാനായിട്ട് അടിപൊളിയായിരിക്കും ആ ഒരു ബീഡ് കേട്ടോ. അടുത്തത് നമ്മുടെ ഗ്ലാസ് ടൈപ്പ് ബട്ടർഫ്ലൈ ആണ് വരുന്നത്. അതിനുശേഷം നമ്മൾ വെക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്ലവർ ഉണ്ടല്ലോ, വലിയ ടൈപ്പ് ഫ്ലവർ. ഇതും നമുക്ക് ലെറ്റർ ബീഡ് വെച്ചിട്ട് യൂസ് ചെയ്യുന്ന ഹെയർ ബാൻഡ്സിൽ പേരിൻ്റെ ഒക്കെ സൈഡിലായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അതിനൊക്കെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ബീഡ്സാണ് കേട്ടോ. ബീഡാണിത്, ഫ്ലവർ ബീഡ്. നല്ല അട്രാക്റ്റീവ് ആയിരിക്കും. അതായത് നമ്മൾ ലെറ്റർ ബീഡ് ചെറുതാണല്ലോ, അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് വലുത് വെച്ച് കൊടുക്കുവാണ്. വലിയൊരു ബീഡ് വയ്ക്കുമ്പോൾ കുറച്ചും കൂടി അട്രാക്റ്റീവ് ആവേ. പിന്നെ ഇത് നമ്മുടെ ചെറിയ ടൈപ്പ് ബീഡ്സ് ആണ്. നമുക്കറിയാം, നമ്മൾ പല ഹെയർ ബാൻഡ്സിനും മുമ്പൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതും വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. വളരെ കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു 8-10 പേർക്ക് കൊടുക്കാനുള്ളത് മാത്രമേ കാണത്തുള്ളൂ. ഈ ടൈപ്പ് കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് കിട്ടും, അത്രയും കുറവാണ് ഉള്ളത്. പിന്നീട് വരുന്നത് ഇതുപോലുള്ള പേസ്റ്റൽ സ്റ്റാർ ഷേപ്പാണ് കേട്ടോ. ഇനി വരുന്നത് പേസ്റ്റൽ ഷെയ്ഡിലുള്ള ആപ്പിളിൻ്റെ ഷേപ്പുള്ള ബീഡാണ്. അതിൻ്റെ അകത്ത് ആപ്പിൾ എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. പിന്നത്തത് ബട്ടർഫ്ലൈ ആണ്. ബട്ടർഫ്ലൈ ഇങ്ങനത്തെ നല്ല സ്മോൾ സൈസിലുള്ള കുട്ടി കുട്ടി ബട്ടർഫ്ലൈസ് ആണ്. നല്ല ക്യൂട്ടാണ് കാണാൻ. അതുപോലെ നമ്മൾ സിൽവർ ബോൾസോ അല്ലെങ്കിൽ ഗോൾഡൻ ബോൾസൊക്കെ വെച്ച് ഫില്ല് ചെയ്തിട്ട് നമ്മൾ ഹെയർ ബാൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും കേട്ടോ കാണാൻ, നല്ല ഭംഗിയാണ്. ഇനി വരുന്നത് ഈ ടൈപ്പ് ബീഡ്സ് ആണ്. ഇത് നമുക്ക് ബ്രേസ്ലെറ്റ് ഉണ്ടാക്കുമ്പോൾ ഹെയർ ബാൻഡിന് അതുപോലെ മാലയ്ക്കൊക്കെ ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന, കുട്ടികളെ ഭയങ്കരമായിട്ട് അട്രാക്റ്റ് ചെയ്യുന്ന ഒരു ഐറ്റമാണെന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ഇത് പൊട്ടിച്ചപ്പോൾ തന്നെ എനിക്ക് ഇവിടെ തന്നെ ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത്, ബാക്കി എല്ലാത്തിൻ്റെ റേറ്റ് ഞാൻ പറയട്ടെ. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഒത്തിരി പ്രത്യേകത ഉള്ള റേറ്റാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇത് പ്രത്യേകം പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പീസ് റേറ്റ് ആയിരുന്നു നമ്മൾ ഇതുവരെ കുറച്ച് പേർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പേർക്ക് കൊടുത്തതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഒരു പീസിന് 3 രൂപ എന്നുള്ള രീതിയിലാണ് നമ്മൾ കൊടുത്തത്. പക്ഷേ ഈ ഒരു ഓഫറിലേക്ക് നമ്മൾ വരുമ്പോൾ ഒരു പീസിന് 2 രൂപയായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു പീസിന് നമുക്ക് 2 രൂപയാണ് കേട്ടോ വരുന്നത്. പിന്നെ അടുത്തത് നമ്മുടെ ഗ്ലാസ് സ്റ്റാർ ബീഡാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ഇനി ലാസ്റ്റ് നമ്മുടെ ഫ്രൂട്ട് ചാംസ് ആണ്. നമ്മൾ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ചാംസ് ആണ്, ബ്രേസ്ലെറ്റിലും മാലയിലൊക്കെ വയ്ക്കാൻ പറ്റുന്ന ചാംസാണ്. നമുക്ക് ഹെയർ ബാൻഡിന് യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഈ ചാംസ് നമ്മൾ ഒരു പീസിന് 2 രൂപ എന്നുള്ള രീതിയിലാണ് കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ഒരു ഓഫറിൽ നമുക്ക് 10 പീസ് 15 രൂപ, അതായത് ഒരു പീസിന് 1.5 രൂപ എന്നുള്ള റേഞ്ചിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ 2 ബീഡ്സ്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ക്യാറ്റ് ഫേസിൻ്റെ ബീഡും അതുപോലെ ഈ ഒരു ചാംസും മാത്രമാണ് പീസ് റേറ്റ് വരിക. അപ്പോൾ ഇത് രണ്ടും മാത്രം ഒഴികെ ബാക്കി 31 എണ്ണം ഞാൻ പറഞ്ഞു, 31 ടൈപ്പ് ബീഡ്സ് ഉണ്ട് അതിനകത്ത്. ബാക്കിയുള്ള 29 ടൈപ്പ് ബീഡ്സിൻ്റെയും റേറ്റ് വരുന്നത് 10 ഗ്രാം 14 രൂപ എന്നുള്ള റേഞ്ചിലായിരിക്കും. ഈ 2 ടൈപ്പിന് മാത്രമാണ് റേറ്റ് വ്യത്യാസം ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ഓഫർ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ നാളെ, അതായത് 2024 ഏപ്രിൽ 2-ാം തീയതി മുതൽ 5 ദിവസം, ഏപ്രിൽ 2, ഏപ്രിൽ 3, ഏപ്രിൽ 4, ഏപ്രിൽ 5, ഏപ്രിൽ 6. ഏപ്രിൽ 6-ാം തീയതി വരെയാണ് നമ്മുടെ ഈ ഒരു ഓഫർ ഉണ്ടാവുക. അതായത് ഈ ഒരു റേറ്റിൽ നിങ്ങൾക്ക് ഈ ബീഡ്സ് എല്ലാം കിട്ടുന്നുണ്ടാവുക. അതുപോലെ ഈ ദിവസങ്ങളിൽ, അതായത് 6-ാം തീയതി വരെ പർച്ചേസ് ചെയ്യുന്ന ആളുകളിൽ 250 രൂപയ്ക്ക് മേളിലായിട്ടാണ് നിങ്ങളുടെ ബിൽ എമൗണ്ട് എങ്കിൽ, 250 രൂപയ്ക്ക് മേളിലായിട്ട് പർച്ചേസ് ചെയ്യുന്ന ആളുകൾക്ക് ഷിപ്പിംഗ് ചാർജിൽ 10% ഡിസ്കൗണ്ടും കൂടെ നമ്മൾ ഒരു എക്സ്ട്രാ ഓഫർ എന്നുള്ള രീതിയിൽ അലൗ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ഓഫർ കൊണ്ടുവരാൻ കാരണം, അതായത് ബീഡ്സിൻ്റെ ഒരു ഓഫർ കൊണ്ടുവരാൻ കാരണം, കഴിഞ്ഞ ദിവസം നമ്മളൊരു മോളുടെ ബർത്ത്ഡേ റിലേറ്റ് ചെയ്ത് നമ്മളൊരു ഓഫർ ഇട്ടിരുന്നു. ഒറ്റ ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ടാണ് കുറച്ച് ബീഡ്സ് നമ്മൾ ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെ 260 രൂപേൻ്റെ ഒരു കിറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഓഫറിൽ എനിക്ക് ഒരുപാട് എന്താ പറയുക, നെഗറ്റീവ് എന്നല്ല, ഒരുപാട് പേരുടെ സങ്കടം കേൾക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായി. സങ്കടം മീൻസ് കുറേ പേര് ആ ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം വീഡിയോ കണ്ടവർ പല ആളുകളും പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്തത്, അതായത് നമ്മുടെ നിന്ന് മുന്നേ വാങ്ങിച്ചിട്ടുള്ള ആളുകൾ തന്നെയായിരുന്നു. പക്ഷെ അവരെല്ലാവരും ലേറ്റായിട്ടാണ് വീഡിയോ കണ്ടത്, അല്ലെങ്കിൽ അത് അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം ഒരു പ്രാവശ്യം കൂടി ഇങ്ങനെ ഒരു ഓഫർ തരാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ വിഷമിച്ച്, അതായത് നമ്മുടെ ആ ഒരു ഓഫർ കിട്ടാതെ അവർക്ക് വിഷമമുണ്ടായി എന്ന് അറിയുമ്പോൾ സത്യത്തിൽ വിഷമമുണ്ടായതിന് സന്തോഷമുണ്ടെന്നല്ല, പക്ഷെ നമ്മളെ സ്നേഹിക്കുന്നതുകൊണ്ടാണല്ലോ നമ്മുടെ ഓഫറുകൾ അവർക്ക് വേണമെന്ന് തോന്നുന്നത്. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ വിചാരിച്ചു പുതിയൊരു ഓഫറായിട്ട് നമുക്ക് വരാം. അപ്പോൾ ഒരു ദിവസമായി ആകുമ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും വീഡിയോ എത്തണം എന്നില്ല, ചിലപ്പോൾ കാണാൻ സമയം കിട്ടണം എന്നൊക്കെ ഇല്ല.
അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു 5 ദിവസത്തേക്കുള്ള ഓഫർ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. റേറ്റ് നമ്മൾ നന്നായിട്ട് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഷിപ്പിംഗ് ചാർജിലും നമുക്ക് ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ ഈ ഒരു അവസരം നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരുപാട് ഇനിയും നീട്ടുന്നില്ല, വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.